ഷൈൻചേട്ടനാണ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം. ആൻഡ് എനിക്ക് പറയാനുള്ളത് സുജിത്തേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഒരാൾക്കും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ കാശ് വേസ്റ്റായി പോയല്ലോ എന്ന് തോന്നത്തില്ല. ആൻഡ് വളരെ ഓണസ്റ്റായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ സ്വന്തം സിനിമ കുമ്മാട്ടിക്കളി പോയി ഇരുന്ന് കണ്ട് എൻ്റെ സമയം വേസ്റ്റായെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. വെരി വെരി ഓണസ്റ്റ്ലി. JSK അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് കുമ്മാട്ടിക്കളി ഇറ്റ് സെൽഫ്. കാര്യം എൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. മൂവി വാസ് നോട്ട് ദ ബെസ്റ്റ്. സോ അതെ, ഞാൻ തന്നെ ഇതിനെപ്പറ്റി എനിക്കൊരു ഓണസ്റ്റ് അഭിപ്രായം പറയാൻ പറ്റി ഈ സിനിമയെ പറ്റി. നോ വൺസ് ഗോണ ഫീൽ ലൈക്ക് ദേ വേസ്റ്റഡ് ദാറ്റ്. മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരുടേതായ എല്ലാ ന്യൂനതകളും ഇപ്പോഴും ഉണ്ട്. തുടക്കത്തിലാണെങ്കിലും മിഡിലാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാവും. അത് ഒരാൾ പറയുമ്പോഴും കണ്ടെത്തുമ്പോഴും അയാൾക്ക് കുറച്ചും കൂടി ഫൈൻ ആവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. തീർച്ചയായിട്ടും സെൽഫായിട്ട് നമ്മളത് റിയലൈസ് ചെയ്യുമ്പം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മുടെ പെർഫോമൻസിൽ. പിന്നെ കണ്ടു കഴിയുമ്പോൾ മാറ്റാകാരുന്നു അങ്ങനെയൊക്കെ തോന്നും അല്ലേ? അടുത്ത സെക്കൻഡ് മുതൽ തോന്നും, ടേക്ക് മുതൽ തോന്നും. ആ ടേക്കിന്റെ സമയത്ത് തോന്നിയേക്കാം. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു വിഷ്വൽ കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്, ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചിന്തിച്ചിട്ട് ഇനി അതുപോയി എത്ര പാച്ച് ഷൂട്ട് വെച്ച് കറക്റ്റ് ചെയ്താലും ഞാൻ ഫിസിക്കലി ഗ്രോ ചെയ്യുന്നൊരു പ്രായം. എനിക്ക് 26 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ എങ്ങനെ അത് 50-ലേക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുമെന്നാണെന്നോ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏജ് ഗ്രൂപ്പിന്റെ എനർജിയാണ്. ഒന്ന് അച്ഛൻ വേഷം ചെയ്യണ ആലോചിക്ക്. ഇപ്പോഴല്ല, ഷൈൻ ചേട്ടൻ ഇനി ഒരു 15 വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി. നമ്മുടെ ഏജിലുള്ള പിള്ളേർക്ക് കോമ്പറ്റീഷൻ ആവാനുള്ളതാണ് ഇപ്പോഴും. ഞാൻ ശരിക്കും അച്ഛൻ വേഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഡിവോഴ്സായിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്നത്. അച്ഛൻ ക്യാരക്ടറിലേക്ക് ഞാൻ എൻ്റെ പെങ്ങളുടെ കൊച്ചുങ്ങളെ വരെ ചേട്ടാന്നാ വിളിപ്പിക്കുക. ആണോ? ചുമ്മാ. അതെ, അവരെന്നെ ചേട്ടാന്നാ വിളിക്കുക, പെങ്ങളുടെ കൊച്ചുങ്ങൾ. കാരണം നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളതാണ് 43 ആണെങ്കിലും നമ്മൾ ഇവരുടെ കൂടെ ഓടാനും ചാടാനും എനർജി അങ്ങനെ നിന്നാലേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളിതൊരു ഗുണ്ട സബ്ജക്റ്റ് ആണല്ലോ പറയുന്നത്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഷൈൻ്റെ കരിയറിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു അനോണിമസ് കോളിൽ ഒരു ഭീഷണി വരികയോ അല്ലെങ്കിൽ ഗുണ്ടായസം നേരിടേണ്ടി വരികയോ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ? നേരിട്ടിട്ടുണ്ടോ? കടന്നു പോയിട്ടുണ്ടോ? ഗുണ്ടായിസം ഈസ് നോട്ട് ഫ്രം ഗുണ്ടകളുടെ അടുത്ത് മാത്രമല്ല ഉണ്ടാവാറ്. ഇറ്റ്സ് നമ്മൾ ഈ ഗുണ്ട എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ തരംതിരിച്ച് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ വിലപേശുന്ന ആളുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഗുണ്ടകളാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഗുണ്ടകളല്ല. വിലപേശേണ്ടി വരുന്ന പല സമയങ്ങളിലും സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ്. അതാണ് ഗുണ്ടായിസം. അതായത് നമ്മുടെ ലൈഫിനെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള സംഭവത്തിനെ അവർ വെച്ച് വിലപേശും. അത് തന്നെയാണ് നമ്മൾ ഗുണ്ടായിസം എന്ന് പറയുന്നത്. അല്ലാതെ പെർട്ടിക്കുലർ ഒരു ടീമല്ല, അത് പെർട്ടിക്കുലർ ഒരു ആൾക്കാരല്ല. അത് ചിലപ്പോൾ നല്ല ആളുകളായിരിക്കാം പുറമേക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിലും ആളുകൾക്ക് മുന്നിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ നന്നാക്കേണ്ട ആൾക്കാരായിരിക്കാം, നമ്മൾ നന്നാക്കി കൊണ്ടുപോകേണ്ട ആൾക്കാരായിരിക്കാം, നല്ലതാക്കേണ്ട ആൾക്കാരായിരിക്കാം, ആരെങ്കിലും ആവട്ടെ. പെർട്ടിക്കുലർ ഒരു ടീമോ ഒരു ഗുണ്ടായിസമോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളുകളല്ല. നമ്മുടെ ലൈഫിനെ വെച്ചിട്ട് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നിനക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് വിലപേശും അവർ ഗുണ്ടകളാണ്. ശരിയാണ്, അവർ നമ്മളെ സംബന്ധിച്ച് ഗുണ്ടകളാണ്. ശരിക്കും ഒരു ചോയ്സ് ഇല്ലാത്തടത്തും അവരൊരുമാതിരി മോക്ക് ചെയ്യുന്ന പോലെ ഒരു ചോയ്സ് ഉണ്ട്. നിന്റെ തീരുമാനമാണ്, നിന്റെ കാര്യം നീ നോക്കുക, മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ആസ് എൻ യു റിയലി ഡോണ്ട് ഹാവ് എ ചോയ്സ്. അവർ പറയുന്ന വഴിക്കേ പോകാൻ പറ്റും. അതാണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഡയറക്റ്റായിട്ട് പറയത്തില്ല. അതും ഒരു ഗുണ്ടായിസമാണ്. നമ്മുടെ സേഫ്റ്റി അതാരാണ് ഏതാണെന്നൊന്നും നമ്മൾ പറയില്ല. നമ്മളങ്ങനെ പറയുകയോ അവരെ നമ്മൾ പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് തീരില്ല. അത് പ്രശ്നം ഈസ് ദർ സ്റ്റിൽ. പ്രശ്നക്കാരനെ നമ്മൾ പോയിന്റ് ചെയ്യാറേ ഇല്ല ഒരിക്കലും. പ്രശ്നത്തിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആരാണ് എന്താണ് സിറ്റുവേഷൻ ഒന്നും പറയാത്തത്. വി വാണ്ട് ടു ഡിസ്ട്രോയ് ദാറ്റ് സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ചെയ്ത് നമ്മളെല്ലാവരും അതിനെതിരെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഫസ്റ്റ് തിങ്ക് ചെയ്യണം, എന്നിട്ട് സംസാരിക്കുക, എന്നിട്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരിക്കലും ഡയറക്റ്റ്ലി ഗോ ടു ആക്ടിവിറ്റി
മനസ്സാ വാച കർമ്മ എന്ന് ആദ്യം മനസ്സിലാക്കണം, തിങ്ക് ചെയ്യണം, പിന്നെ വാമൊഴി സംസാരിക്കണം അതിനെ പറ്റിയിട്ട്, പിന്നീട് പ്രവൃത്തി സാധ്യമാവും. തീർച്ചയായിട്ടും. ഈ ഇത്രയും ടോപ്പിക്കുകൾ, ഐ മീൻ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് കാര്യമല്ലേ വളരെ കാര്യമായിട്ട് പറഞ്ഞേ. ഫാക്ട്സ്. ലൈഫിലെ കാര്യങ്ങൾ, ലൈഫിൽ നടന്ന കാര്യങ്ങൾ മാത്രം. അതെ, ഈ ചിലർക്ക് സീരിയസ് ആയിരിക്കാം, ചിലർക്ക് ഫണ്ണായിരിക്കാം. ഇപ്പൊ ഫണ്ണാണ്. എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഷൈൻ പറയാ, ഈ ഷൈൻ തമാശയായിട്ട് പറഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കാൻ രണ്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഷൈൻ പലപ്പോഴും. ചേട്ടൻ പറയുന്ന ഓരോ വാക്കും ഇവര് ഇപ്പൊ ട്രോൾ ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന കാര്യം പോലും ആണെങ്കിലും ജസ്റ്റ് അതിനകത്ത് കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മുൻവിധി വെക്കാതെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആളെ നോക്കാതെ ആള് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ നോക്കുക. അത് ആൾക്കാർ ചെയ്യൂലല്ലോ. അങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യണമെന്നില്ല അവര്, അവർക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ മതി. അതാ ആരാ പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. ലൈക്ക് whatever if they're saying is true, whatever they're saying if it's true, then just believe it. കാര്യം നമ്മൾ സത്യത്തിന് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല. ഈ ഞാൻ പലപ്പോഴും മുൻപൊക്കെ, ഇപ്പോൾ ഷൈനിന് അങ്ങനെ ട്രോളുകളൊന്നും വരാറില്ല. പണ്ട് ട്രോളുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കമൻസ് വായിച്ചു നോക്കും. എല്ലാത്തിൻ്റെയും കമൻസ് ഞാൻ വായിക്കും. അപ്പം അതിൻ്റെ അകത്ത് പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണ്, ഈ ചങ്ങാതി പറയണതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ടല്ലോ എന്ന്. പറയുന്നത് നമ്മൾ ഫണ്ണായിട്ട് ആൾക്കാർ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറിയുക, പക്ഷേ ഇയാൾ പറഞ്ഞതിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ടല്ലോ. വരുന്ന കമന്റ്സിൽ കമന്റ് അല്ല കേട്ടോ ജനം, അല്ലല്ല, കമന്റ് എപ്പോഴും കമന്റ് ചെയ്യുന്ന ആളുകളാണ്. മൈനോറിറ്റിയാണ്, വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആളുകളെ തരംതിരിച്ച് കാണുകയും അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം കമന്റ് ചെയ്യാത്ത ഒരാൾക്കാരുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഈ മാധവന്റെ കാര്യത്തിലാണെങ്കിലും കമന്റ് നോക്കിയിട്ട് ഒരു തരത്തിലും ഈ കമന്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് കമന്റ് ചെയ്യാത്ത? അവർക്കൊരു ലൈഫ് ഉണ്ട്, അവർക്ക് അവരുടെ ലൈഫിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാനുള്ള സമയമില്ല. ഒരുപാട് വലിയ കാര്യങ്ങൾ വേറെ ചെയ്യാൻ. അവർക്ക് പോസിറ്റീവ് പറഞ്ഞില്ലെങ്കിലും അവർ വെറുതെ നെഗറ്റീവ് പറയത്തില്ല. അവരിനി എങ്ങനെ നെഗറ്റീവ് പറഞ്ഞാലോ ഒരു വാർത്ത വരുന്നത് വാർത്തയാണെന്നും അതിൽ എത്രത്തോളം സത്യമാണെന്നും എത്രത്തോളം സത്യമില്ല എന്നുള്ളതും എത്രത്തോളം മെയ്ഡപ്പ് ആണെന്നുള്ളതും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ കമന്റ് ചെയ്യാത്തൊരു ഭൂരിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് കമന്റ് ചെയ്യുന്നത് വെച്ചിട്ട് മാത്രം നമ്മൾ ഡെസ്പാവേണ്ട കാര്യമില്ല എന്ന് പറയാം. ട്രൂ, ദാറ്റ് ഈസ് ട്രൂ. തീർച്ചയായിട്ടും. കമന്റ് കണ്ടിട്ട് മാത്രം നമ്മൾ ഹൈ ആവേണ്ട കാര്യമില്ല. ട്രൂ. ഒരുപാട് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ പോസിറ്റീവിനെ എന്നും ലൈക്ക് നാട്ടുനയം എന്ന് പറയത്തില്ല, നെഗറ്റീവ് ന്യൂസിനാണ് എന്നും പബ്ലിസിറ്റി കൂടാൻ പോകുന്നത്. 25,000 പേര് ഒരു വാർത്ത റീച്ച് ചെയ്തു, അതിൽ 1000 പേര് ലൈക്ക് ചെയ്തു, അതിലൊരു 30 കമന്റ് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ എത്ര കുറവാണെന്ന് നോക്കി. അതെ 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 അതെ, തീർച്ചയായിട്ടും. അതെ, അത്ര ഒരു പരിധിക്കുള്ള അതും സീരിയസ് ആയി എടുക്കാറില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെ നെഗറ്റീവായി കാണുന്ന ആ കമന്റ്സ് ആണ് നമ്മളെ പലപ്പോഴും മുന്നോട്ട് നയിപ്പിക്കുന്ന ഒരു ഘടകം. ആ വാശി കൊണ്ടുതരുന്ന അതിന്റെ ഏറ്റവും വലിയൊരു, അത് അയാൾക്കെതിരെയോ അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കാനുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു ഫയർ ഉണ്ടാകാം. നമുക്ക് എന്തായാലും ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ ഉള്ളിൽ ഒന്ന് കൊള്ളും, എന്നിട്ടല്ല അത് ഓവർകം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അതെങ്ങനെ ഓവർകം ചെയ്യാൻ രണ്ടുപേരും? ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഒരു സമയം വരെ ഷൈൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ചുമ്മാതാണല്ലോ ഷൈൻ പറയുന്നതിനെ കളിയാക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. മാധവ് ഈ അടുത്ത കാലം വരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും ശരിക്കും പറഞ്ഞാൽ? ഈ ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും, അതിനെ ഓവർകം ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. എന്ത് വലിയ പരിപാടികളുണ്ടെങ്കിലും എന്ത് വലിയ വിഷമങ്ങളുണ്ടെങ്കിലും ആ സമയം കടന്നു പോകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് നമ്മളെ ദുഷിപ്പാണെങ്കിലും ദുഷിപ്പില്ലായ്മയാണെങ്കിലും എല്ലാം സമയം കടന്നു പോകും.